മക്കളെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ പ്രിപ്പോസിഷന്റെ ചോദ്യം വന്നാല് സാറെ എങ്ങനെ അതിന് അറ്റൻഡ് ചെയ്യും? ഒരു ഐഡിയ ഇല്ലെങ്കിൽ നോയിക്കോളൂ വളരെ ഈസി ആയിട്ട്. നമ്മൾ ആദ്യം ഓപ്ഷൻ നോക്കുക, ഓപ്ഷന്റെ അർത്ഥം നമ്മൾ നോക്കുക അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു, ഓപ്ഷൻ കണ്ടു. ഓൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മക്കളെ? പറ, മുകളിൽ അല്ലെ. ഓന്റെ അർത്ഥം മുകളിൽ അല്ലെ. ദാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അല്ലെ. ദ പെൻ, ആ പേന. വിത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൂടെ. വിത്ത് എന്ന് പറഞ്ഞാല് കൂടെ അല്ലെ. ഇന്ന് പറഞ്ഞാലോ ഉള്ളിൽ, ഉള്ളിൽ അല്ലെ, ഉള്ളിൽ. ഏന്ന് പറഞ്ഞാലോ ഒരു എന്നർത്ഥം, ഒരു എന്ന് പറയുന്ന അർത്ഥം. ഓഫ്, ഇന്റെ ഉള്ള എന്നൊക്കെ പറയിട്ടോ, എന്നാലും ഇന്റെ എന്നൊക്കെ പറഞ്ഞു വെക്കാൻ പറ്റും. നമ്മൾ ഇന്റെ എന്ന് പറഞ്ഞു വെച്ചിട്ടോ. ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ലേക്ക് അല്ലെ. ടു എന്ന് പറഞ്ഞാല് ലേക്ക്. ടു കാലിക്കറ്റ്, കാലിലേക്ക് അല്ലെ. ഓൺ ദി ടേബിൾ, ടേബിളിന്റെ മുകളില് അല്ലെ. ദ പെൻ, ആ പേന. വിത്ത് മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ടിന്റെ കൂടെ. ഇൻ ദ റൂം, റൂമിൽ അല്ലെ. ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ. അല്ലെങ്കിൽ എ കൗ, ഒരു പശു അല്ലെ. ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് ബേബി അല്ലെ, കുട്ടിയുടെ. ടു ലേക്ക് അല്ലെ, ടു കൊച്ചി, കൊച്ചിയിലേക്ക്. അപ്പൊ ഇത്രയും അർത്ഥം നമ്മൾ കിട്ടി. ഇനി ഇത് എവിടെ സ്യൂട്ട് ചെയ്യണം? നമ്മൾ ഇവിടെ സ്യൂട്ട് ചെയ്യണം. നോക്കൂ, നിങ്ങൾക്ക് 6 നിങ്ങൾ സ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അര മാർക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് കേട്ടോ. ഹി ടുക്ക് ഹെർ, അവൾ അവനെ എടുത്തു. സോറി, അവൻ അവളെ കൊണ്ടുപോയി അല്ലെ. ടേക്ക്, എടുത്തു കൊണ്ടുപോയി. എവിടേക്ക്? ഡാഷ്, എവിടേക്ക് അല്ലെ, എവിടേക്ക്? ടു ദ റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. ടു ലേക്ക് അല്ലെ, റിയർ ഓഫ് ദി കോർട്ട്യാർഡ്, വീടിന്റെ പിറകുവശത്തേക്ക് അല്ലെ. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ്, അവർ രണ്ടുപേരും ഇങ്ങനെ തുറച്ചു നോക്കി. എന്തിനാ? ദ ഫോളൻ ബോഡി അല്ലെ, ആ ഒരു ഇങ്ങനെ വീണ് കിടക്കുന്ന അല്ലെ, ഏഞ്ചലിന്റെ ആ വീണ് കിടക്കുന്ന ആ ഒരു ശരീരം ഇങ്ങനെ നോക്കിട്ടോ. ദ മാൻ വാസ് ഡ്രസ്ഡ്, ആ മനുഷ്യൻ ഡ്രസ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് 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 എ റാക്ക് പിക്കർ, ഒരു റാക്ക് പിക്കറിനെ പോലെ, ഒരു അല്ലെ, ഒരു പഴയ ആളെ പോലെ. ഉണ്ടായിരുന്നുള്ളൂ only a faded hairs അല്ലെ, കുറച്ച് അല്ലെ മങ്ങിയ മുടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലെഫ്റ്റ്, ബാക്കിയായിട്ട് എവിടാ മുടി? എവിടെ ഉണ്ടായാല്? തലന്റെ മുകളിലല്ലേ, സ്കള്ളിന്റെ മുകളിലല്ലേ. അപ്പൊ ഓൺ ഹിസ് ബാൾഡ് സ്കൾ കേട്ടോ, അദ്ദേഹത്തിന്റെ തലന്റെ മുകളില്. ക്ലിയർ കേട്ടോ. ആൻഡ് വെരി ഫ്യൂ ടീത്ത്, കുറച്ച് പല്ലുകൾ ഉണ്ടായിരുന്നുള്ളൂ. പല്ല് എവിടെ ഉണ്ടാവല്ലേ? ഉള്ളിലല്ലേ. നോക്കാം അപ്പൊ എങ്ങനെയാ പറയാ? ഇൻ ഹിസ് മൗത്ത്, ഇൻ ഹിസ് മൗത്ത്. ക്ലിയർ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ, അദ്ദേഹത്തിന്റെ ദയാപരമായിട്ടുള്ള അവസ്ഥ. സീംഡ്, തോന്നിച്ചു. ദാറ്റ് ഓഫ്, എന്തിനെ പോലെ? ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ്. സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ക്ലിയർ, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതി കൊടുക്കണം. നമ്മൾ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കിയിട്ട് എഴുതിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ സ്യൂട്ട് ചെയ്ത് നോക്കാൻ. കിട്ടും 6 മാർക്ക്. 6 ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് 3 മാർക്ക് സെറ്റ് ആയിരിക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്.